ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഓരോ കുഴിയിലോട്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഒഴിച്ചത് തിരിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാം തിരിച്ചിട്ട് ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ മറുവശം ഒന്ന് അതേ കളറിലോട്ട് ആക്കിയെടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഞാനിപ്പോൾ എല്ലാം തന്നെ കോരി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ല, അതാണ് ഞാൻ ചേർക്കാണ്ടിരുന്നത്. കണ്ടില്ലേ, നല്ല ഉള്ളൊക്കെ നല്ല ആരെടുത്ത അപ്പമാണ്. അപ്പോൾ വറുത്ത അരിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വൈകിട്ടൊക്കെ ചായക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.